ഇന്ത്യയുമായുള്ള ബന്ധം മോശമായ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് ചൈനയുമായി കൂടുതൽ അടുക്കുകയാണ്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ബംഗ്ലാദേശിലെ മംഗ്ല തുറമുഖ വികസന പദ്ധതി ചൈന നടത്തുന്ന വൻ നിക്ഷേപം. ചൈന സന്ദർശിച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഇതോടെ ഇന്ത്യയുടെ പിന്തുണയോടെ തുടങ്ങാനിരുന്ന ഒരു പ്രധാന പദ്ധതി ഇപ്പോൾ ചൈനയുടെ കൈകളിലേക്ക് മാറുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന മംഗ്ല തുറമുഖത്തിന് സമീപം പ്രത്യേക സാമ്പത്തിക മേഖല അഥവാ സ്പെഷ്യൽ എക്കണോമിക് സോൺ നിർമ്മിക്കാനാണ് പുതിയ കരാർ. ഈ പദ്ധതിക്കായി 2015 ബംഗ്ലാദേശ് സർക്കാർ ഭൂമി അനുവദിച്ചിരുന്നത് ഇന്ത്യക്കായിരുന്നു. ഇന്ത്യ പദ്ധതിയുടെ ആദ്യഘട്ട നടപടികളും ആരംഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് മുഹമ്മദ് യൂനീസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകാലത്ത് ഇന്ത്യയുമായുള്ള ഈ സഹകരണം അവസാനിപ്പിച്ചു. തുടർന്ന് പുതിയ സർക്കാരിന്റെ കാലത്ത് പദ്ധതി ചൈനയ്ക്ക് കൈമാറുകയായിരുന്നു. ഈ പദ്ധതിയിൽ ആകെ 11 ചൈനീസ് കമ്പനികളാണ് നിക്ഷേപം നടത്തുന്നത്. ഏകദേശം $920 കോടി, അതായത് 96,000 കോടി രൂപയോളം വില വരുന്ന നിക്ഷേപമാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ചൈന ഫ്യൂച്ചർ എനർജി ഗ്രൂപ്പ് ഹോൾഡിംഗ് എന്ന കമ്പനി $25 കോടി നിക്ഷേപിക്കും. പെട്രോളിയം, പ്രകൃതിവാതക മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കായാണ് ഈ തുക. എണ്ണപ്പാടങ്ങൾ കണ്ടെത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നതിനുമാണ് ഈ നിക്ഷേപം. ലോകത്തിലെ വലിയ വേസ്റ്റ് ടു എനർജി കമ്പനികളിൽ ഒന്നായ ഷാങ്ഹായ് SUS കമ്പനി $89 കോടി നിക്ഷേപിക്കുമെന്ന് അറിയിച്ചു. മാലിന്യങ്ങളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികൾ ഉൾപ്പെട്ട വിവിധ വികസന പ്രവർത്തനങ്ങളാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതിനൊപ്പം ചൈന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ചൈന സിവിൽ എഞ്ചിനീയറിംഗ് കോർപ്പറേഷനും $65 കോടി നിക്ഷേപിക്കും. മംഗ്ല തുറമുഖത്തെ കൂടുതൽ അത്യാധുനികമാക്കുകയും അതിനെ വലിയ ലോജിസ്റ്റിക് ഹബ്ബായി വികസിപ്പിക്കുകയുമാണ് കമ്പനിയുടെ പ്രധാന ലക്ഷ്യം. ഇതിലൂടെ ചരക്ക് ഗതാഗതവും വ്യാപാര പ്രവർത്തനങ്ങളും കൂടുതൽ വേഗത്തിലും കാര്യക്ഷമവുമായി നടക്കുമെന്നാണ് പ്രതീക്ഷ. ഈ വലിയ പദ്ധതിയിലൂടെ ഏകദേശം 50,000 പേർക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കുമെന്നാണ് ബംഗ്ലാദേശ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ സർവകലാശാലകൾ, ഔഷധ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഫാക്ടറികൾ, വെയർഹൌസുകൾ, പുതിയ റോഡുകൾ എന്നിവയും ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും. ധാക്കയെയും ചിറ്റ്ഗോങ്ങിനെയും ബന്ധിപ്പിക്കുന്ന ഹൈവേയുടെ വികസനത്തിനും ചൈനീസ് കമ്പനികൾ സഹായം നൽകും. ചിറ്റ്ഗോങ് തുറമുഖത്തിന് ശേഷം ബംഗ്ലാദേശിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ തുറമുഖമാണ് മംഗ്ല. ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് ഏകദേശം 188 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുറമുഖത്തിന് സാമ്പത്തിക പ്രാധാന്യം മാത്രമല്ല, സുരക്ഷാ പ്രാധാന്യവും വളരെ കൂടുതലാണ്. ഈ പദ്ധതിയെ ഇന്ത്യ വലിയ ആശങ്കയോടെയാണ് കാണുന്നത്. തുറമുഖം ചൈനയുടെ സഹായത്തോടെ വികസിപ്പിക്കപ്പെടുമ്പോൾ ഭാവിയിൽ അത് സൈനിക ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താമെന്ന സംശയം ഇന്ത്യക്കുണ്ട്. നിലവിലെ കരാറിൽ ചൈനീസ് സൈന്യത്തിന് ഇവിടെ പ്രവേശനം നൽകുമെന്ന വ്യവസ്ഥയില്ല. എന്നിരുന്നാലും മറ്റു ചില രാജ്യങ്ങളിലെ ചൈനീസ് തുറമുഖ പദ്ധതികൾ പിന്നീട് സൈനിക ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചെന്ന ആരോപണങ്ങൾ മുമ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ജാഗ്രത പുലർത്തുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം മംഗ്ല തുറമുഖത്തിന് സമീപം ഏകദേശം 110 ഏക്കർ ഭൂമി ചൈനയ്ക്ക് കൈമാറാനാണ് ബംഗ്ലാദേശിന്റെ പദ്ധതി. ഇത് നടപ്പായാൽ തുറമുഖ വികസനത്തിൽ ചൈനയ്ക്ക് കൂടുതൽ നിയന്ത്രണം ലഭിക്കും. അതേസമയം ബംഗ്ലാദേശിന് ഇന്ത്യയുടെ തുറമുഖങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം വ്യാപാരം കൂടുതൽ സ്വതന്ത്രമായി നടത്താനും കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യക്ക് ഈ തുറമുഖത്തിന് മറ്റൊരു പ്രധാന കാരണത്താലും വലിയ പ്രാധാന്യമുണ്ട്. തായ്ലാന്റ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള സമുദ്ര വ്യാപാര പാതകളിൽ മംഗ്ല തുറമുഖത്തിന് പ്രധാന സ്ഥാനമുണ്ട്. ആയതിനാൽ ഈ മേഖലയിൽ ചൈനയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ താൽപര്യങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. ചൈനയ്ക്കും ഈ തുറമുഖം വളരെ പ്രധാനമാണ്. ചൈനയ്ക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് എത്തുന്നത്. ആയതിനാൽ ബംഗാൾ ഉൾക്കടൽ കൂടുതൽ സ്വാധീനം നേടാൻ മംഗ്ല തുറമുഖത്തിന് ചൈനയ്ക്ക് സഹായമാകും. വ്യാപാരത്തിനും ഊർജ്ജ സുരക്ഷയ്ക്കും ഈ പദ്ധതി വലിയ നേട്ടമാകുമെന്നാണ് ചൈനയുടെ വിലയിരുത്തൽ. മംഗ്ല തുറമുഖം പദ്ധതി ഒരു സാധാരണ വികസന പദ്ധതി മാത്രമല്ല, ഇത് ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയത്തെയും സാമ്പത്തികത്തെയും സുരക്ഷാ സാഹചര്യങ്ങളെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള വലിയ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ബംഗ്ലാദേശിന് ഇത് വികസനത്തിനും തൊഴിൽ അവസരങ്ങൾക്കും വഴിയൊരുക്കുമ്പോൾ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലെ തന്ത്രപരമായ മത്സരത്തിന് പുതിയൊരു വേദി കൂടിയായി ഈ തുറമുഖം മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.